ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ ഈവനിങ്. ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിക്കാനായിട്ട് അലനും കുക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിക്കനും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക്. ഇതാണ് നിങ്ങൾ ചോദിച്ച സൺസെറ്റ്. ഇത് ഞാൻ എടുത്തതല്ല കേട്ടോ. ഈ ഒരു ടൈമിങ്ങിൽ കറക്റ്റായിട്ട് ഞാൻ ഇവിടെ എത്തിപ്പെടാറില്ല. ഒന്നെങ്കിൽ ഞാൻ ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ കിച്ചണിലായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഞങ്ങൾ എത്തിയപ്പോഴേക്ക് സൺസെറ്റൊക്കെ കഴിഞ്ഞിരുന്നു. ഇത് ഇവിടുത്തെ കണ്ണൻ്റെയും ലൂയിസിൻ്റെയൊക്കെ ഫ്രണ്ട് നമ്മുടെ ലൂക്ക എടുത്ത് എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഞാനിത് ഇത്ര ക്ലാരിറ്റിയോടെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ ഒരു റീസ്റ്റോക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. കാരണം ഇന്ന് ഡിന്നർ ഉണ്ടാക്കണ്ട. അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് പൊറോട്ട ഇറച്ചിയൊക്കെ കൊണ്ടുവന്നത് ഇരിപ്പുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഇന്ന് കുക്കിംഗ് ഉണ്ടാവത്തില്ല. ഞാൻ ഈ പാക്കറ്റ്സൊക്കെ വെജിറ്റബിൾ ഇട്ട് വയ്ക്കുന്ന ബോക്സസൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. പക്ഷേ മീഷോയിലോട്ട് വരുമ്പോൾ സെയിം പ്രോഡക്റ്റ് തന്നെ കുറച്ചുകൂടെ വില കുറവിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സാധനം മേടിക്കണം എന്ന് മനസ്സിൽ തോന്നിയാലും ആദ്യം ഞാൻ ആമസോണിൽ നോക്കും, പിന്നെ ഫ്ലിപ്കാർട്ടിൽ നോക്കും, പിന്നീട് മീഷോയിൽ നോക്കും. ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ ഇതിൻ്റെ റേറ്റിന് അതിൻ്റെ അകത്ത് വ്യത്യാസം വരും. ആമസോണിൽ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, ഫ്ലിപ്കാർട്ടിൽ അതിനേക്കാളും കുറവായിരിക്കും, മീഷോയിൽ വരുമ്പോൾ അതിലും കുറവായിരിക്കും. പ്ലസ് മീഷോയിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്മാർട്ട് കോയിൻസും കിട്ടും. പിന്നെ മീഷോയിൽ എല്ലാ ഓൺലൈൻ പേയ്മെൻറ്റ്സിനും 15% ഓഫുണ്ട്. അപ്പോൾ ഒരു 235 ഞാൻ കാണുന്ന ഒരു ഐറ്റം ചിലപ്പോൾ എനിക്ക് മീഷോ എന്നൊരു 135 എനിക്ക് കിട്ടാറുണ്ട്, ഈ ഓഫറും സ്മാർട്ട് കോയിൻസിനൊക്കെ യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സകലതും മീഷോയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇനി ഞാനൊരു ചിത്രം കാണിച്ചു തരാം. ഇത് അപ്പച്ചൻ വരച്ചതാണ്. അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ലില്ലിയമ്മച്ചിയുടെ ഹസ്ബൻഡ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ പപ്പയുടെ അമ്മയാണ് ലില്ലിയമ്മച്ചി. അപ്പോൾ ലില്ലിയമ്മച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പച്ചൻ. അപ്പച്ചൻ എന്ന് ഞാൻ വിളിക്കുന്നത്. സെബാസ്റ്റ്യൻ ലൂയിസ് എന്നാണ് പേര്. അപ്പച്ചൻ വരച്ച പടമാണ് അത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഇത് അറേഞ്ച് ചെയ്യുന്നത് മാത്രമല്ലേ കാണിക്കാനുള്ളൂ. ഞാൻ എന്ത് പറയുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് കൊച്ചുപപ്പ 2 അടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ കൊച്ചുപപ്പ എന്നോട് പറഞ്ഞു, നീ ആ അപ്പച്ചൻ വരച്ച ആ പടം ഇപ്പോൾ ഒന്ന് പോയി നോക്കിക്കേ, അത് കാണാൻ നിലൂനെ പോലെ ഇരിപ്പുണ്ടെന്ന്. ഇനി കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പോയി അത് വീഡിയോ എടുത്തു. അതാകുമ്പോൾ എനിക്ക് പിന്നീട് ഇരുന്ന് കാണാമല്ലോ. ഇപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടപ്പോഴത്തേക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു ആംഗിളിൽ എനിക്ക് ചില സാമ്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അതങ്ങനെ പറയാനായിട്ട് വേറൊരു റീസണും ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. കുക്കുൻ്റെ സ്നാക്സ് ബോക്സിലേക്ക് ബിസ്ക്കറ്റ്സൊക്കെ എടുത്ത് വെച്ചൊക്കെ തന്നു നീലുമ്മ. പിന്നെ ഞാൻ മീറ്റ് മസാലയും ചിക്കൻ മസാലയും ചെന്ന മസാലയും വാങ്ങിച്ചിരുന്നു. അതെല്ലാം ബോട്ടിൽസിലേക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. ഞാനിവിടെ മന്ത്ലി ട്വൈസ് ആണ് കേട്ടോ പ്രൊവിഷൻ എടുക്കാറ്. മന്ത്ലി വൺസ് എനിക്ക് പറ്റത്തില്ല. കാരണം അങ്ങനെ വാങ്ങിച്ചാലും ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ വീണ്ടും പോയി സാധനം മേടിക്കേണ്ടി വരും. അതുകൊണ്ട് മന്ത്ലി ട്വൈസ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എല്ലാം തീരുന്ന പരുവമാവും. നമുക്ക് പെട്ടെന്ന് റീസ്റ്റോക്കും ചെയ്യും. എൻ്റെ ബോട്ടിൽസൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസാണ്. ഞങ്ങൾ 3-4 പേരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ വലിയ ബോട്ടിൽസ് ഞാൻ മേടിക്കാറുമില്ല. ഇപ്പം ഓയിലിൻ്റെത് മാത്രം ഇന്നെനിക്ക് 1/2 kg പാക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇനി ഒരു 1/2 kg ഞാൻ വേറെ ഒരു 2 വലിയ കുപ്പി അതിന് വെച്ചിട്ടുണ്ട് മാറ്റി വെക്കാനായിട്ട്. ഉപയോഗിക്കുന്നതെല്ലാം കുറച്ചിട്ട് വെക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പച്ചൻ വരച്ച പടം നിലുവിനെ പോലെ ഇരിക്കുകയാണെന്നാണ് കൊച്ചുപ്പ പറയുന്നതെങ്കിൽ നിലു തന്നെ അപ്പച്ചനാണെന്നാണ് ലില്ലിയമ്മച്ചി പറയുന്നത്. ലില്ലിയമ്മച്ചിക്ക് അതിൻ്റെ റീസൺസ് ഒരുപാടുണ്ട്. അതിലൊന്ന്, അപ്പച്ചന് കുക്കുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുക്കുവിൻ്റെ അടുത്തുനിന്ന് മാറത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ അമ്മ നിലുവിനെ നോക്കുന്ന പോലെ അപ്പച്ചനും അമ്മച്ചിയുമായിരുന്നു കുക്കുവിനെ നോക്കിക്കൊണ്ടിരുന്നത്. കുടുംബത്തെ ആദ്യത്തെ ചെറുകൊച്ചല്ലേ. അപ്പോൾ അപ്പച്ചൻ കുളിപ്പിക്കും, ചരുവത്തിൽ വെച്ച് കുളിപ്പിക്കും, അമ്മച്ചി ചോറ് കൊടുക്കും, ഇവിടെയൊക്കെ കൊണ്ട് നടക്കും, കടപ്പുറത്തൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ അപ്പച്ചനായിരുന്നു. അപ്പോൾ അപ്പച്ചന് കുക്കുൻ്റെ കൂടെ ഇരുന്ന് മതിവരാതെയാണ് അപ്പച്ചൻ പോകുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ, ഞാൻ രാവിലെ സ്കൂളിൽ പോയപ്പോൾ കുക്കുവിനെ അവിടെ ഇറക്കിയിട്ട് ഞാനും അലനും പോയി. കുക്കു ഓടിച്ചെന്ന് അപ്പച്ചൻ്റെ അടുത്ത് ചെന്നു. അപ്പച്ചൻ കുക്കുവിനെ കൈക്ക് പിടിച്ച് ലില്ലിയംസിൻ്റെ വീടിൻ്റെ അകത്തേക്കും കൊണ്ടുപോയി. അപ്പച്ചൻ മേലത്തെ റൂമിലാണ്. കൊച്ചുപ്പ കേബിൾ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ മേലെ ജനറേറ്ററും കുറേ പവർ സപ്ലൈയുടെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അപ്പച്ചൻ അവിടെ തന്നെ നിൽക്കും. രാത്രി കിടക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പം കുക്കുവിനൊരു ആ ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു ടോയ് ട്രെയിൻ കിട്ടിയിരുന്നു, വലിയൊരു ട്രാക്കൊക്കെ ഉള്ള. അപ്പോൾ അത് അപ്പച്ചൻ മേലത്തെ റൂമിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ കൂടെ ട്രെയിൻ ഓടിപ്പിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞ് പതിവ് പോലെ ട്രെയിനിൽ ഓടിച്ച് കളിക്കാനായിട്ട് കുക്കു അപ്പച്ചനും കൂടെ മേളിൽ പോയി. പിന്നെ ലില്ലിയമ്മച്ചി ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കുക്കു വന്ന്
ഒരു 2 വയസ്സുണ്ടാവും. പക്ഷേ ഇത്രയും വർത്താനം പറയത്തില്ല. ഈ 2 വയസ്സിൽ തത്തി നടക്കുന്ന ആൾക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ എയർ ഹോളിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടാണ് അമ്മച്ചി അപ്പച്ച അപ്പച്ച എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചു. പിന്നെ ലിലിയമ്മച്ചി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അപ്പച്ചൻ ബെഡിലിരുന്നിട്ട് ആ ട്രെയിൻ എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് പൊടിയുണ്ടാവും. നമ്മുടെ ഇവിടെ ബസ്സൊക്കെ ഓടുന്ന വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് പൊടിയുണ്ടാവും. അപ്പച്ചൻ ബെഡിൽ ചാരി ഇരുന്നിട്ട് ആ ട്രെയിൻ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ട് മറ്റേ ഇരിക്കുകയായിരുന്നു. അപ്പച്ചൻ ഇങ്ങനെ ബെഡിലിരുന്നിട്ട് മതിലിലോട്ട് ചാഞ്ഞ് തല വെച്ചിട്ട് അപ്പച്ചൻ അനങ്ങാതിരിക്കുക. കയ്യിൽ ട്രെയിനിൻ്റെ ഒരു ബോഗിയും ഉണ്ട്, ഒരു ബ്രഷും ഉണ്ട്. ലിലിയമ്മച്ചി 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ അമ്മച്ചിക്ക് മനസ്സിലായി അപ്പച്ചൻ പോയെന്ന്. അപ്പച്ചൻ മരിക്കുന്ന ടൈമിലും അപ്പച്ചനും കുക്കുവും മാത്രമായിരുന്നു അവിടെ, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ കുക്കുവിനെ അത് വിളിച്ച് അപ്പച്ചൻ മരിച്ചു പോയി എന്ന് പറയാൻ അവൻ അറിയാത്തതുകൊണ്ട് ലിലിയമ്മച്ചി അപ്പച്ച അപ്പച്ച എന്നും പറഞ്ഞിട്ടാണ് അവൻ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അമ്മച്ചി പറയുന്നത് കുക്കുവിൻ്റെ കൂടെ ഇരുന്ന് മതിവരാതെ അപ്പച്ചൻ പോയതുകൊണ്ടാണ് ഞാനിട്ടിരുന്ന കോപ്പർ ടീയും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് നിലുവായിട്ട് അപ്പച്ചൻ തിരിച്ചു വന്നതെന്നാണ് പറയുന്നത്. അപ്പച്ചൻ ഈ കുടുംബത്തിൽ തന്നെ വരണം, അപ്പച്ചന് കുക്കുവിൻ്റെ കൂടെ പുറപ്പായിട്ട് തന്നെ വരണം, കുക്കു ഒറ്റയ്ക്കാവുന്നത്. അതായത് ആ ഒരു നിലുവിനെ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ കുക്കുവും പറഞ്ഞിങ്ങനെ തുടങ്ങിയായിരുന്നു, ഞാൻ എല്ലാ വീട്ടിലും 2 ചിൽഡ്രൻ ഉണ്ട്, കളിക്കാൻ എനിക്കാരുമില്ല, ഡാരലിന് ഡെല്ലയുണ്ട്, ഡെല്ലയ്ക്ക് ഡാരലുണ്ട്, ഞാൻ ഒറ്റയ്ക്കാന്നൊക്കെ. അപ്പോൾ അമ്മച്ചി പറയുന്ന അതൊക്കെ കേട്ടപ്പോൾ അപ്പച്ചന് മനസ്സിലായി ഇനി അപ്പച്ചൻ വരണം കുക്കുൻ്റെ കൂടെ കളിക്കാൻ. അങ്ങനെയാണ് ലില്ലിയമ്മച്ചിയുടെ ആ കഥയുടെ വേർഷൻ. പിന്നെ ഞാൻ നിലുവിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും ആ ഒരു കിറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതും അപ്പച്ചൻ്റെ ബർത്ത്ഡേയോടടുപ്പിച്ചാണ്, ബർത്ത്ഡേക്കാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിങ്ങനെ കറക്കി തിരിച്ച് അതിങ്ങനെ ഒരു കഥയാണ്. അപ്പം എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേരും പറയുന്നത് നിലു അപ്പച്ചൻ തന്നെയാണെന്നാണ്. അപ്പോൾ ആ പറച്ചിലിൻ്റെയൊക്കെ ഇടയിൽ എൻ്റെ റീസ്റ്റോക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് ചിക്കൻ വാങ്ങിച്ചത് നമ്മൾ ഒരു ദിവസം കൊണ്ട് എടുത്ത് തീരത്തില്ലല്ലോ. അപ്പോൾ ചിക്കനും ഞാൻ ഒരു 3-4 ബോക്സസിലാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് എല്ലുള്ളതും കഴുത്ത് വരുന്നതും ഇത്തിരി കൊഴുപ്പ് കൂടുതലൊക്കെ വരുന്നതും കറിക്കായിട്ടൊരു ബോക്സിൽ, പിന്നെ എപ്പോഴത്തെയും പോലെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 2 ലെഗും 2 ചിറകും പിന്നെ 2 എക്സ്ട്രാ പീസസും കൂടെ ബിരിയാണിക്ക്, പിന്നെ ഒരു 2 ദിവസം പൊരിക്കാനുള്ള ഐറ്റംസും കൂടെ 2 ബോക്സിലാക്കി വെക്കുന്നുണ്ട്. 2 കിലോയുടെ ചിക്കനാണ്. അതിങ്ങനെ ഒരു 4 ദിവസം ഓടും. ഫ്രിഡ്ജിൽ കുറച്ച് കിളിമീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ മീനും കൂടെ യൂസ് ചെയ്യാം. ഇനി നാളെ സാമ്പാർ വെക്കാനാണ് എൻ്റെ പ്ലാൻ. നാളെ ചേച്ചി ഡിസ്ചാർജ് ആവും. അപ്പോൾ നാളെ ആലനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കൂടെ പോകേണ്ടി വരും. എന്നാലും രാവിലെ ഒതുങ്ങിയിരുന്നാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. പിന്നെ നമ്മുടെ കുരിശടിയിലെ പെരുന്നാളിൻ്റെ പിരിവും തുടങ്ങിയിട്ടുണ്ട്. രസീത് കുറ്റിയൊക്കെ പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതും കൊണ്ട് നടന്ന് നമ്മൾ വീടുകളിൽ കയറി ഇറങ്ങി പിരിച്ചിട്ടാണ് ആ എമൗണ്ട് കൊണ്ടിട്ടാണ് നമ്മൾ സ്നേഹവിരുന്ന് നടത്തുന്നത്. സ്നേഹവിരുന്ന് ഒരു 5000 പേരൊക്കെ മറ്റൊക്കെ വന്ന് കഴിക്കും. നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രി വരെയും നമ്മൾ 8 മണി വരെ വിളമ്പും. ആ 8 മണി വരെയും ആൾക്കാർ വന്ന് കഴിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇത്തവണ, കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടാണ് ഫുഡ് കൊടുത്തത്. ഇത്തവണ ഇവിടെ വെക്കണം എന്നാണൊരാഗ്രഹം കമ്മിറ്റിയുടെ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഞാൻ വഴിയെ കാണിച്ചു തരാമല്ലോ. സെപ്റ്റംബർ 8-ാം തീയതിയാണ് മാതാവിൻ്റെ പെരുന്നാൾ. 6-ാം തീയതി കൊടിയേറും, 7-ാം തീയതി പ്രദക്ഷിണം, 8-ാം തീയതി പെരുന്നാൾ. അപ്പോൾ ഈ പെരുന്നാളിൽ എൻ്റെ കൂടെ ഒരു 1800 എത്രയാണ് ഇപ്പോഴത്തെ കണക്കെന്ന് എനിക്ക് ഓർമ്മയില്ല, 60 സംതിങ് ഉണ്ട്. എന്തായാലും ഈ ഒരു 1000 പേരും എൻ്റെ കൂടെ പെരുന്നാൾ കൂടണം കേട്ടോ. ആ വീഡിയോസൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ആരും രാത്രി തലേന്നൊന്നും ഉറങ്ങാറില്ല. നല്ല രസമാണ് ആ പാചകപ്പുരയിൽ അങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പച്ചക്കറിയും ഞാനിപ്പോൾ വാങ്ങിച്ചതെന്ന് സാമ്പാറിന് പറ്റിയതായിട്ട് തോന്നുന്ന കുറച്ച് ഐറ്റംസും ഒക്കെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആദ്യം വെച്ച പാത്രത്തിൽ ഇതൊന്നും ഇരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു വലിയ ബോക്സ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് നന്നായിട്ട് പുരട്ടി വെച്ചു. അമ്മ ആലനുള്ള ചായ ഇട്ട് വെച്ചിരുന്നതാണ്, ആലൻ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ ചായ അങ്ങ് ചൂടാക്കി കുടിച്ചു. ഇതിപ്പോൾ വൈകുന്നേരത്തെ 3-ാമത്തെ ചായ കൂടിയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനും കുക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആലൻ കാഫറ്റീരിയയിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വീണ്ടും ഞാനൊരു പേസ്ട്രിയും ഒരു ബ്ലാക്ക് കോഫിയും കുടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇതേ അടുത്ത ചായ. ഇനി എപ്പോൾ ഉറങ്ങാൻ പറ്റുമോ അറിയത്തില്ല. അല്ലെങ്കിൽ ഇന്ന് ഇത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിൻ്റെ ഇടയിൽ നോക്കണം. അതും കൂടെയൊക്കെ ഒന്ന് തീർന്നാലേ ഫ്രീ ആയിട്ട് പെരുന്നാൾ കമ്മിറ്റിയിലോട്ട് സജീവമാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ തൊട്ട്, അതായത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം തൊട്ട് ഞാൻ പിരിവിനെ ഞാനും കൂടെ ഇറങ്ങും. അതിൻ്റെ ഫുട്ടേജൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്നലെ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്സൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആവുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ലയോണ, എൻ്റെ ഹസ്ബൻഡാണ് ആലൻ, മൂത്ത ആൾ നദാൻ ജൂഡ് നെറ്റോ, ഇളയാൾ നീൽ ജൂഡ് നെറ്റോ. ഞാൻ ലില്ലിയമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് വീട്. ഞാൻ ജനിച്ച് വളർന്ന വീട് അതാണ്.
കൊച്ചുപ്പ എൻ്റെ പപ്പയുടെ അനിയൻ, മിനി ആൻറ്റി കൊച്ചുപ്പയുടെ വൈഫ്, കണ്ണനും ലൂയിസും എൻ്റെ 2 ബ്രദേഴ്സ്. ഇവരുടെ പേര് മാത്രമേ നിങ്ങൾ അടിക്കടി കേൾക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ആലൻ്റെ പേരൻസിനെയും കാണാം. ഡാഡ എന്ന് പറയുന്നത് ആലൻ്റെ പപ്പേനെയാണ്, മമ്മി എന്ന് പറയുന്നത് ആലൻ്റെ അമ്മേനെ, ചേച്ചി ജെൻചേച്ചി എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ നാത്തൂനെയാണ് പറയുന്നത്. എൻ്റെ സിബ്ലിങ്സിൻ്റെ കാര്യം ഇതിൽ 2-3 പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് കമൻ്റായിട്ട് മറുപടി പറഞ്ഞത് സിബ്ലിങ്സ് ഇല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം എന്നാണ്. ഉണ്ട്, പക്ഷേ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനത്തെ കമൻസിന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറുപടി തരുന്നത്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും. അപ്പം ഇല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ അത് കള്ളമാവുന്നില്ലല്ലോ. പിന്നെ പപ്പേനെ എന്താ അധികം കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിൻസിപ്പൾസുമായിട്ട് പപ്പയുടെ പ്രിൻസിപ്പൾസ് ഒത്തുപോകത്തില്ല. പറ്റുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൂണോട് കൂടി ഞാൻ ബൈ പറയുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.